നിലവിൽ സമാനമായി നേരത്തെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അദ്ദേഹം ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സെക്രട്ടറിയുമായി വിളിച്ച് അദ്ദേഹം ഇവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരാതിയായി പറഞ്ഞിട്ടുണ്ട്. അതായത് ദേശീയ തലത്തിലേക്ക്, കേന്ദ്ര തലത്തിലേക്ക് ഈ വിഷയങ്ങൾ ഗവർണർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു തർക്കമായി അല്ലെങ്കിൽ ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. ഈ വിഷയത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് പിന്മാറണം, അടിയന്തരമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി നേരത്തെ DGP നേരത്തെ പറഞ്ഞത്, നേരത്തെ നമുക്കറിയാം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അതോടെ PM ഓഫീസിലേക്കൊക്കെ വിളിക്കാൻ ഗവർണർ ആവശ്യപ്പെടുന്നത് നമ്മൾ കേട്ടിരുന്നു. എന്തായാലും ഗവർണർ DGPയോട് സംസാരിച്ചിരുന്നു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന DGP ആവശ്യം മുന്നോട്ട് വെച്ച്, പക്ഷെ അതിന് ഗവർണർ തയ്യാറായില്ല. ആ സംഭാഷണം ഒന്ന് കേൾക്കാം. I will not, it has to be settled because they were being given protection and surely not without. I have seen with my own eyes. What no? I have seen with my own eyes. I don't want to argue with you. I have seen what I have seen with my own eyes. They are police standing with them. Even last time I asked you a question. If Chief Minister is passing on this road, will you allow 50 people to collect there and hit the car? No, this has to be settled today. I am not going to move from here. You are making the Gundas rule the roads of Kerala. I am not going to tolerate it. Yes, I don't want to argue, please. Something which I have seen with my own eyes, I don't want to argue with you. Thank you very much. സംസ്ഥാന DGPയോട് സംസാരിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇവിടെ നിന്ന് മാറണം, ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന DGPയുടെ ആവശ്യം അംഗീകരിക്കാൻ അദ്ദേഹം എന്തായാലും തയ്യാറായിട്ടില്ല. പ്രതിഷേധക്കാരെ പോലീസ് സംരക്ഷിക്കുന്നത് താൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് ആർഗ്യൂ ചെയ്യാൻ ഞാനില്ല, ഞാൻ ഇവിടെ നിന്ന് മാറില്ല, FIR-ന് രേഖ എനിക്ക് കാണണം, അല്ലാതെ ഇവിടെ നിന്ന് മാറില്ല എന്നാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ സെക്രട്ടറിയുമായും ഗവർണർ ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അമിത്ഷായുടെ സെക്രട്ടറി വിളിച്ച് ഗവർണർ പരാതി അറിയിച്ചിട്ടുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാൻ എന്തായാലും ഗവർണർ ശ്രമിക്കുന്നുണ്ട്. അതിനാടകീയമായ രംഗങ്ങളാണ് നിലമേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധിച്ചവരെ, കരിങ്കൊടി കാണിച്ചവരെ, മുദ്രാവാക്യം വിളിച്ചവരെയൊക്കെ പോലീസ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ വഴങ്ങുന്നില്ല. ആ രേഖ കാണണം, CCTV പരിശോധിക്കണം, എന്തുകൊണ്ട് പോലീസ് ബസ് വന്നില്ല, FIR-ന്റെ പകർപ്പ് കാണണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയാതെ അവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ഒരടി അനങ്ങില്ല എന്ന് DGPയോട് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു, പ്രതികരിക്കാം അല്പം കഴിഞ്ഞ് എന്നാണ് എന്തായാലും ഇപ്പോൾ ഗവർണറുടെ ഒരു നിലപാട്.